ആ വന്നല്ലോ വനമാല, നീ ഇങ്ങാട് വന്നേ. നീ ഇവിടെ കിടന്നങ്ങാനും ഞങ്ങളുടെ പൊന്നിക്കാടെ കൊച്ചി അപരാധ കൊച്ചി ക്യാമിയോനെ പറ്റി എന്തേലും പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ചത്ത പച്ച എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടുപ്പടം. എനിക്ക് നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് ചെറിയാനും വെട്രിയും ഒരു രക്ഷയില്ല. കിടിലൻ ക്യാരക്ടേഴ്സ്. അതിൽ ചെറിയാന്റെ സ്വാഗ് മോനെ നോ രക്ഷ. കിഡു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു. ഇൻട്രോയിലെ വെട്രിയുടെ ഇൻട്രോയും അങ്ങനെ തന്നെ കിടിലൻ ഇൻട്രോ. ഏതായാലും ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും കരിയർ ബെസ്റ്റ് ഇൻട്രോസ് ആണ് കിട്ടിയത്. അതിൽ വെട്രിയുടെ ഇൻട്രോ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ട് കിഡിലനായി. ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, പ്യുവർലി ഫോർ യൂത്ത് ഓഡിയൻസ് ആണ്. അവരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് യൂത്ത് ജനറേഷൻ കണ്ട് ആസ്വദിച്ച WWE സിനിമാറ്റിക് വേർഷൻ. അതാണ് ചത്താപ്പച്ച. BGM വർക്ക്സ് ആണെങ്കിലും ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും കിടുവായിരുന്നു. തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ഒരു കിടിലൻ എന്റർടൈനർ ആയിരുന്നു ഈ പടം. ഫൈറ്റ് കൊറിയോഗ്രാഫി ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഒരു നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയതും ഈ സിനിമോട്ടോഗ്രാഫിയും ആക്ഷൻ കൊറിയോഗ്രാഫിയും ആണ്. ഡയറക്ടറിന്റെ ഫസ്റ്റ് പടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വരാം. അഭിനയിച്ചവരെല്ലാം തങ്ങളുടെ പോർഷൻസ് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് വൺ. അതാരാണെന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. അർജുൻ അശോകനും റോഷനും വിശാഖും അവതരിപ്പിച്ച മെയിൻ ക്യാരക്ടേഴ്സ് അടിപൊളിയാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. റോസമ്മയായിട്ട് വന്ന കുട്ടീനെയും ഇഷ്ടമായി. ഒരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷാനെ ഫീൽ ചെയ്തിരുന്നു. ആളുടെ ബോഡിയും ഡയലോഗ് ഡെലിവറിയും ഫൈറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും എക്സ്പ്രഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നെന്ന് തോന്നി. കാരണം ഒരു കോമഡി മൂഡിലാണ് തുടക്കം പടം പോകുന്നത്. പക്ഷെ ആ ടൈമിൽ ലിറ്റിൽ എന്ന ക്യാരക്ടറിന്റെ റിയാക്ഷൻസും എക്സ്പ്രഷൻസും ഒക്കെ ബിലോ ആവറേജ് ആയിരുന്നു. പക്ഷെ ഫൈറ്റും ഡയലോഗ് ഡെലിവറിയും പൊളിയായിരുന്നു. അങ്ങേരുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ സീനും അടിപൊളിയായിരുന്നു. ഈ സിനിമയിൽ എന്റെ മനസ്സ് കവർന്നത് രണ്ടുപേരാണ്. ഒന്ന് ചെറിയ എജ്ജാതി പെർഫോമൻസ് ആയിരുന്നു മച്ചാൻ, ഒന്നും പറയാനില്ല. ആ ഒരു പൂക്കി പരിപാടിയും ഇടയിലുള്ള ഫണ്ടും പിന്നീട് ഒരു വില്ലൻ ആകുന്ന ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പെഡയായിരുന്നു. മച്ചാൻ ശരിക്കും ഒരു ഹോളിവുഡ് ആക്ടറിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വിശാഖ് ജോക്കറിന്റെ മാനറിസംസ് ആണ് പിടിച്ചെങ്കിൽ ഇവിടെ വേറൊരു വെറൈറ്റി മാനറിസം പിടിച്ചു. മച്ചാനെ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം, ഇവൻ ഭാവി വാഗ്ദാനമാണ്. അടുത്തത് റോഷൻ. എന്ത് കിടു ഇൻട്രോ, എന്ത് കിടു ക്യാരക്ടർ. അതിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചു. എക്സ്പെഷ്യലി ആ ഇരട്ടകളിൽ ഒരു തന്നെ മലർത്തി അടിക്കണ സീൻ. അത് കണ്ടിട്ടുള്ള അർജുൻ അശോകന്റെ റിയാക്ഷൻ അവിടെ ഇരുന്ന പ്രേക്ഷകരുടെ റിയാക്ഷൻ കൂടിയാണ്. എപ്പോഴും റൊമാൻസ് പടങ്ങൾ പിടിക്കാതെ ഇതുപോലുള്ള കിഡു ആക്ഷൻ പടങ്ങളും മാസ് ക്യാരക്ടേഴ്സും പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് സ്റ്റാർ മെറ്റീരിയൽ ആവാനുള്ള എല്ലാ കാലിബറും റോഷനുണ്ട്. ഇവന്റെ വോയിസ് ആയാലും വോയിസ് മോഡുലേഷൻ ആയാലും ഒക്കെ അടിപൊളിയാണ്. അത്രയ്ക്ക് ബേസ് ഉള്ള വോയിസ് ആണ് ഇവന്റെ. അർജുൻ അശോകനും ഒട്ടും മോശമല്ല, കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പാവം പിടിച്ചിറങ്ങുന്ന സാവിയോനല്ലേ നീ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്, ആ ഒരു ഒറ്റ ഡയലോഗ് മതിയായിരുന്നു സാവിയോക്കുള്ള ഹൈപ്പ്. അതുപോലെ തന്നെ വെട്രിയോട് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ എന്ന് ചോദിക്കുന്ന സീനും. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഷോക്കോസ്ലാമും ഫുള്ള് റോമാഞ്ചായിരുന്നു. ആ സീൻ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് തന്നെ അടിപൊളിയായിട്ടാണ്. ഇവരെ കൂടാതെ ഭസ്മാസുരൻ, നൈട്രോ കിളി, പിന്നെ കടൽ കൊമ്പം വച്ചാനും പൊളിയായിരുന്നു. വലിയ കഥയൊന്നും ഇല്ലെങ്കിലും ഉള്ള കഥയെ അവർ നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് അവതരിപ്പിച്ചു. അതാണ് ഒരു നല്ല ഡയറക്ടറുടെ കഴിവ്. അത് ഈ ഡയറക്ടർക്ക് ഉണ്ട്. കോസ്റ്റ്യൂംസ്, ആർട്ട്, ഈ ഭാഗങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചത്താപ്പച്ച യൂത്തിനെ ആഘോഷിക്കാനുള്ള ഒരു പെർഫെക്റ്റ് എന്റർടൈനർ ആണ്. ഫാമിലിക്ക് എത്രത്തോളം പിടിക്കുമെന്ന് അറിയില്ല. ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞ മിസ്കാസ്റ്റ്, അത് വേറെ ആരുമല്ല, മമ്മൂട്ടിയാണ്. കൂടുതലൊന്നും പറയാനില്ല. പൊളിച്ചടക്കി പോയ പടം പിടിച്ചെടുത്ത് പെട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടു കാണുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായികുമാർ വെറുതെ ആ വീൽ ചെയറിൽ ഇരുന്നപ്പോൾ കിട്ടിയ ഓറ പോലും മമ്മൂക്കയ്ക്ക് ഈ സിനിമയിൽ ഉണ്ടാക്കാനായില്ല. ഡയലോഗ് ഡെലിവറി കിങ് പഴയകാല കൊച്ചി സ്ലാങ് ആണ് പടത്തിൽ യൂസ് ചെയ്തത് എന്ന് പറഞ്ഞ് പൊക്കി അടിച്ചിട്ട് OTT വന്നപ്പോ ഊക്ക് മേടിച്ച് റീഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറെ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് എന്തായി, ഇപ്പൊ തിയേറ്ററിൽ പടം കാണാത്തവർ വരെ ഓൾഡ് വേഷം തിരിഞ്ഞ് കണ്ടുപിടിച്ച് ഊക്കിയിടുന്നുണ്ട്. ഹാപ്പി ആയില്ലേ മോനു? അപ്പോ ഓക്കെ ബൈ.